സൗജന്യ ബസ് യാത്ര ഒരു വശത്ത് പരിഹാസം, മറുവശത്ത് പദ്ധതി ഉദ്ഘാടനം. പരിഹാസം, ഉദ്ഘാടനം, പരിഹാസം. ഈ രീതിയിലാണ് പോകുന്നത്. ജൂൺ മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് 12ആയി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശനി 13, ഞായർ 14, തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി കൂടി യാത്ര ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഇത് ഉദ്ഘാടനം നടത്തുന്നത്. പക്ഷേ ഉദ്ഘാടനത്തിന് മുമ്പ് സൗജന്യം കിട്ടണമെങ്കിൽ ഉദ്ഘാടനം താഴെ വെച്ച് നടത്തണം. സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ല. യാത്ര ചെയ്ത് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ല. ഉദ്ഘാടനം കഴിഞ്ഞാൽ സൗജന്യം കൊടുക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ. അപ്പോൾ ജൂൺ 15-ന് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ കൂടി യാത്ര ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മിക്കവാറും കോൺഗ്രസ് വനിതകൾ, മഹിളാ കോൺഗ്രസിൻ്റെ വനിതകളെല്ലാം നിരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അന്നൊരു ദിവസം ഇതിനകത്തുള്ള ഒരു പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ. 700 ബസ്സുകൾ ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുകയാണ്. അത് ഇറക്കണം. ഒന്നുകിൽ അത് വിൽക്കണം. ഈ കട്ടപ്പുറത്തെന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാപ്പുകളായിട്ട് കിടക്കുകയാണ്. ഈ സ്ക്രാപ്പൊക്കെ എടുത്ത് വിൽക്കണമെന്നേ, കാശുണ്ടാക്കണമെന്നേ. അത് വിൽക്കണം. വിറ്റിട്ട് അത് കാശുണ്ടാക്കണം. രണ്ടാമത്, മലപ്പുറം ജില്ലയിൽ വളരെ കുറച്ച് ബസ് മാത്രമേ ഓടുന്നുള്ളൂ. ട്രാൻസ്പോർട്ട് തന്നെ കൂടുതലും പ്രൈവറ്റ് ബസ്സാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലയെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വടക്കൻ മലബാർ ജില്ല മൊത്തത്തിലെടുത്താലും ഒരു 28% ട്രാൻസ്പോർട്ട് സംവിധാനമുള്ളൂ. ബാക്കി 72% സ്വകാര്യ മേഖലയാണ് ഓടുന്നത്. തെക്കെടുത്തു കഴിഞ്ഞാൽ തിരിച്ചാണ്. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സിറ്റി ബസ്സുകൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള സിറ്റികളുണ്ട്. സിറ്റി ഫാസ്റ്റുമുണ്ട്, സിറ്റി ഓർഡിനറിയുമുണ്ട്. സിറ്റി ഫാസ്റ്റിൽ ഇത് കിട്ടത്തില്ല. സിറ്റി ഫാസ്റ്റാണ് കൂടുതൽ. സിറ്റി ഓർഡിനറി കുറവാണ്. പക്ഷേ അതിനകത്താണ് ഈ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വലിയ കൺഫ്യൂഷനായിരിക്കും. പ്രിയദർശിനി വെഹിക്കിൾ എന്ന് പേരിടേണ്ടി വരും. വണ്ടിക്കിൻ്റെ ഫ്രണ്ടിൽ പ്രിയദർശിനി എന്ന് പേരൊട്ടിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ പ്രിയദർശിനി എന്ന് എഴുതിയിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളിലാണ് ഫ്രീ. ആ ബസ്സുകളിൽ കയറിയാൽ അതിനകത്ത് വനിതകൾക്കാണ് ഫ്രീ, പുരുഷന്മാർക്ക് ഫ്രീ ഇല്ല. വനിതകൾക്ക് ഫ്രീ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് കൊടുക്കും അവർക്ക്. ടിക്കറ്റ് കൊടുത്താൽ 0 എന്ന് എഴുതിയിരിക്കും. എങ്കിലേ കണക്കറിയാൻ പറ്റത്തുള്ളൂ. എത്ര പേര് കയറി, എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു കണക്കറിയണമല്ലോ ട്രാൻസ്പോർട്ടിന്. അതനുസരിച്ചുള്ള തുകയാണ് ഖജനാവ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ തന്നെ തുകയായ ഖജനാവിൽ നിന്നെടുത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. വെൽഫെയർ സ്കീമാണ്, അല്ലാതെ ഒരിക്കലും ഒരു സബ്സിഡി പദ്ധതിയല്ല. KSRTCയുടെ ഒരു സബ്സിഡി പദ്ധതിയല്ല, അതൊരു വെൽഫെയർ പദ്ധതിയാണ്. അപ്പോൾ അതൊരു വെൽഫെയർ ക്ഷേമ പദ്ധതി എന്നുള്ള നിലയിൽ, ക്ഷേമ പരിപാടി എന്നുള്ള നിലയിൽ സർക്കാർ പ്രതിമാസം 65-നും 70 കോടി രൂപയ്ക്കിടയിലുള്ള തുക, പ്രതിവർഷം ഒരു 860 കോടി രൂപ വരുന്ന തുക സർക്കാർ കൊടുക്കേണ്ടി വരും. ആർക്ക്? KSRTCക്ക്. പക്ഷേ ഘട്ടം ഘട്ടമായി ഇത് സിറ്റി ഫാസ്റ്റുകളിലേക്കും മറ്റ് ഫാസ്റ്റുകളിലേക്കും ഒക്കെ മാറ്റുമെന്നാണ് കേൾക്കുന്നത്. അതിനിടയിൽ KSRTCയെ ലാഭമാക്കാനുള്ള വലിയ പരിപാടികളെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്തുകൊണ്ട് KSRTCയെ പൊതുമേഖലയിലെ ഒരു കമ്പനി ആക്കിക്കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ കമ്പനികൾ, പൊതുമേഖലാ കമ്പനികളിൽ നിന്ന് ആരെയും പിരിച്ചുവിടുന്നില്ലല്ലോ. തൊഴിലാളികൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. തൊഴിലാളികളാണല്ലോ ഇത് പൊതുമേഖല എന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു മേജർ ഏജൻസി, മേജർ ടീം. കമ്പനിയാക്കി, പൊതുമേഖലാ കമ്പനിയാക്കി എന്ന് വിചാരിച്ചും, ഒരിക്കലും കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കമ്പനിയാക്കി എന്ന് വിചാരിച്ചിട്ടും KSRTCക്ക് നഷ്ടമൊന്നുമില്ല. സ്വിഫ്റ്റ് കമ്പനിയാണിപ്പോൾ. സ്വിഫ്റ്റ് കമ്പനിയായി തന്നെ ഓടുകയാണ്. അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതുമാണ്. സ്വിഫ്റ്റ് വരുമാനത്തിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ കമ്പനിയാക്കുകയും ഇതിനെ ഈ കാസർഗോഡ് വരെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, എല്ലാ കാര്യവും തിരുവനന്തപുരത്ത് നിന്ന് വന്നേ നടക്കുള്ളൂ എന്നുള്ളത് മാറി 3 റീജിയണായിട്ട് തിരിക്കാനുള്ള കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. കാരണം ഇത് ലാഭം വരേണ്ട ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. ഇത് കൂടുതൽ ട്രിപ്പ് നടത്തി ആളുകളുടെ അടുത്തേക്ക് ട്രിപ്പ് പോയി, എന്നാൽ കുറച്ച് ട്രിപ്പുകൾ അല്ലാത്തതിൽ പോകേണ്ടി വരും. വെളുപ്പാങ്കാലത്തും രാത്രിയൊക്കെ ആളുകളെ കൊണ്ടെത്തിക്കുന്നതിൽ സേവനം നടത്തേണ്ട കുറച്ച് ട്രിപ്പ് വേണ്ടി വരും. അവിടേക്ക് ചെറിയ ബസ് പോവുക. അപ്പോൾ വെളുപ്പാങ്കാലത്ത് ആളുകളെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലെത്തിക്കാൻ ചെറിയ ബസ് പോയാൽ മതി. വലിയ ബസ് പോകരുത്. ടെമ്പോ പോലുള്ള ചെറിയ വാഹനം പോയാൽ മതി. തിരിച്ച് രാത്രി ആളുകളെ, ഇതിപ്പോൾ വളരെ വലിയ വണ്ടി, 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയിൽ 6 പേരുമായിട്ടാണ് പോകുന്നത്. അവിടെയൊക്കെയാണ് ഫ്യൂവലിൻ്റെ നഷ്ടവും സ്റ്റാഫിൻ്റെ നഷ്ടവും ഒക്കെ വരുന്നത്. മറ്റാകുമ്പോൾ ഒരു കണ്ടക്ടർ മാത്രം മതി. അതുപോലെ തന്നെ ഡ്രൈവർ മാത്രം, കണ്ടക്ടർ വേണ്ട, ഡ്രൈവർ മാത്രമുള്ള ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഇറക്കണം. ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ, ദുബായിലൊക്കെ വളരെ ഫേമസ് ആണ് കണ്ടക്ടർലെസ് ആയിട്ടുള്ള ഡ്രൈവർമാർ മാത്രമുള്ള ബസ്സുകൾ. അപ്പോൾ അത് ഫ്രണ്ട് സൈഡിലായിരിക്കും അതിൻ്റെ സീറ്റ്. അതിൻ്റെ അവിടെ പൈസ ബോക്സും എല്ലാം വയ്ക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ടത്
പാലിക്കാൻ പറ്റും. അതിന് ബെല്ലൊന്നും ആരും അടിക്കണ്ട. നിർത്തേണ്ട സ്റ്റോപ്പുകൾ ഡ്രൈവർ നിർത്തും, ആളുകൾ ഇറങ്ങിക്കോളും. പൈസ ഒരിടത്തൂടെയാണ് കയറുന്നത്. ആളുകളെല്ലാം അവിടെ നിന്ന് പൈസ കൊടുത്ത് അല്ലെങ്കിൽ പൈസ ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പിന്നെ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ലോകത്താകെ നടക്കുന്ന പരീക്ഷണ അടിസ്ഥാനത്തിലെങ്കിലും കണ്ടക്ടർമാരില്ലാത്ത ബസ്സുകൾ ഇറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. പരസ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ധാരാളം ബസ്സുകൾ കണ്ടം ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം എടുത്ത് വിറ്റേക്കുക. സ്ക്രാപ്പ് കിടപ്പുണ്ട്, ഒരുപാട് മെഷീൻസ് കിടപ്പുണ്ട്, വേസ്റ്റ് കിടപ്പുണ്ട്, അതെല്ലാം ഒഴിവാക്കുക. പിന്നെ KSRTC ഡിപ്പോകൾ വളരെ പഴഞ്ചൻ ഡിപ്പോകളാണ്. അത് മനോഹരമാക്കുക. കുറേ പണം ലോൺ എടുത്തിട്ടെങ്കിലും മനോഹരമാക്കുക. നല്ല ഫീസ് ആളുകളിൽ നിന്ന് മേടിക്കുക. ഫീസ് മേടിക്കണം, അല്ല ഫ്രീ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഫീസ് മേടിക്കുക. അപ്പോൾ ആ രീതിയിൽ മനോഹരമായ പദ്ധതികൾ നടക്കട്ടെ. ഇതൊരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ, അങ്ങനെ കമ്പനിയുടെ ഫോർമുലയിലേക്ക് മാറിയാൽ വളരെ നന്നായിരിക്കും. അപ്പോഴും തൊഴിലാളികളെ പിരിച്ചുവിടുന്നില്ല. പൊതുമേഖലയിലായതുകൊണ്ട് പിന്നെ വേറെ നഷ്ടമൊന്നുമില്ല. പൊതുമേഖലയിൽ തന്നെയാണ് തുടരുന്നത്. സ്വിഫ്റ്റ് ഇപ്പോൾ കമ്പനിയാണ്. അതുപോലെ KSRTCയെ ഒരു അതിവൈകാരിക സോഷ്യലിസ്റ്റ് വൈകാരികതയുടെ ഭാഗമായി നിർത്തിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് പരിഷ്കാരങ്ങൾ നടക്കട്ടെ. ആളുകൾക്ക് സൗജന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് 15-ാം തീയതി മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും മറ്റ് ജില്ലകളിലെ മന്ത്രിമാരുമൊക്കെ വെച്ചുകൊണ്ട് 15-ന് നടക്കുന്നു. 16-17 MLA-മാർക്കുള്ള പരിശീലനമാണ്. 19 അസംബ്ലിയും തുടങ്ങി ബഡ്ജറ്റും വരുന്നു. അപ്പോൾ ജൂൺ മാസം വളരെ തിരക്ക് പിടിച്ച, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ഒരു മാസമാണ്. ഈ ബഡ്ജറ്റ് ഒരു വിസ്മയമായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജൂണിൽ നമുക്ക് 20-ാം തീയതിയിലെ പത്രത്തിന് വേണ്ടി കാത്തിരിക്കാം.